അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു പച്ചമുളക് വെച്ച് നല്ല അടിപൊളി ഒരു മുളക് പുളിയാട്ടം ഉണ്ടാക്കാൻ പോകുന്നതാ. പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ കഷ്ണം 3 അല്ലി വെളുത്തുള്ളിയാണ്, വലിയ അല്ലിയായിരുന്നു. അപ്പോൾ ഒരു 5-6 ചുമന്ന ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് വലിയ സൈസ് തന്നെ ചെയ്യുന്നതും. കുഞ്ഞുള്ളി പേരാണ്, പക്ഷേ കുറച്ച് വലിയ സൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര എടുത്തത്. ഇതാ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാ, ഞാൻ എണ്ണ ഇട്ട് ഒഴിക്കണ്. ഇതിക്ക് എണ്ണ മതി. അപ്പം തീയൊന്ന് നല്ലപോലെ കത്തിക്കട്ടെ. കുറച്ച് വെച്ചതേ. അപ്പം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എന്താ ഉഴുന്ന് പരിപ്പ് ഒരിത്തിരി, ഇത് മതിയാവും. ചൂടാവും. നമുക്കിത് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലും വെളിച്ചെണ്ണയിലും ഇത് ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ്. അതിപ്പോൾ എണ്ണ ഇവിടെ ഉള്ളതുകൊണ്ട് വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ എണ്ണ എടുത്തതേ ഉള്ളൂ. എണ്ണ ആയാലും വെളിച്ചെണ്ണ ആയാലും മതി, ഏതായാലും. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതാ ഒരു പിഞ്ച അളവിൽ കടുക് ഇട്ടു. അപ്പോൾ കുടർന്ന് അറിയില്ല. അപ്പോൾ അതാ നമുക്ക് ചുവന്ന ഉള്ളി വെച്ചിട്ട് ഇതുപോലെയുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുന്നാലും വേറെ ഒന്നും വേണ്ട. എരിവും പുളിയും ഒക്കെ ഉണ്ടാവും. ഇത് നല്ല മൂത്ത് വരണ്ട, ഒന്ന് വാടിയാൽ മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനും ഒഴിച്ച് കളിപ്പാത്രത്തിലൊക്കെ ഒഴിച്ച് കൊടുത്തയക്കാനും നല്ലതാണ്. അതൊക്കെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒന്നും കറി വെക്കാനില്ലെങ്കിൽ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കി നോക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു വറ്റൽമുളകിൻ്റെ മുറിച്ചായി വെച്ചു. 1 അല്ല 2 എണ്ണം. ഇപ്പോൾ ഏകദേശം വാടി വന്നിട്ടാണ്. കറി മതി. ഇനിയിപ്പോൾ അതിൽ കിടന്ന് വേവും. നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയിട്ട് അപ്പോൾ അത് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളകൊന്ന് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. പിന്നെ ഇതിൻ്റെ ഈ മുളകിൻ്റെ ഉള്ളിലൊക്കെ മസാലകളോ പുളികളൊക്കെ ഒന്നാണ് കയറാൻ നല്ലതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്. അങ്ങനത്തെ അതൊന്നും കൂടി ഒന്ന് ചൂടാക്കി ഒന്ന് കഴിച്ചെടുത്താൽ ഓനെ മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പച്ചമുളക് ഇങ്ങനെ കടിച്ചു കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ചോറ്. നമ്മൾ തീ വളരെ കുറച്ചായിട്ട് വെച്ചിട്ടുണ്ട്.
മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടിയില്ല. കാരണം നമ്മളിത് നല്ലപോലെ കീറിയിട്ടിട്ടില്ലല്ലോ, അപ്പോൾ എരിവ് കുറവ്. നിങ്ങളൊക്കെ എരിവ് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം, എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഒരു പിഞ്ച് അളവിൽ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് ഇത്തിരി മതി, അത് മതി. ഇങ്ങനെ ഒരു കറിയാണ് കേട്ടോ. കറിയാക്കാം നമുക്ക് ഒഴിച്ച് കൂട്ടാൻ പറ്റിയ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ചോറിൽ ഒഴിച്ച് കൂട്ടാം. ഇപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, പുളി കുറച്ച് വെള്ളത്തിലിട്ടിന് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അത് പിഴിഞ്ഞ് നമ്മൾ ഒഴിക്കും. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. ഞാൻ ഒന്ന് നല്ലപോലെ തിളച്ച് വരും. നമുക്ക് ഉപ്പിട്ടില്ല കേട്ടോ. പാകത്തിന് ഉപ്പിട്ടു. പാകത്തിന് ഉപ്പിട്ട് ഇതൊന്ന് തിളക്കട്ടെ. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടു, ഒരു പിഞ്ച് കായപ്പൊടി ഇട്ടു, ലേശം കടുകും ഉലുവയും വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുക. ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇടൊന്നും വേണ്ട. ഇതൊന്ന് തിളച്ചാൽ നമ്മളെ പുളി ഇതാ സാറായി വന്ന് തിളപ്പില്ല. അപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം ശർക്കര ഇതിലിടാം. പാകത്തിന് ഒരു കുഞ്ഞ് കഷ്ണം ശർക്കര ഇതിലിടാം. ഞാനിപ്പോൾ അത് അങ്ങനെ ഒരു പിഞ്ച് അങ്ങനെ നുള്ളിൽ പഞ്ചസാര അങ്ങനെ. നമുക്ക് കറിക്ക് എന്താ എനിക്ക് ചോറിന് മധുരമുള്ള ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനുണ്ടാക്കും. ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് ലേശം ശർക്കര ഇതിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതേമാതിരി വെറും മുളക് മാത്രമാക്കി കണ്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. മല്ലി ഇടണമെന്നൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒക്കെ ഞാൻ ചോറിന് വേണ്ടിയിട്ടാണ് ഇട്ടതാണ്, ഒഴിച്ച് കറിയാക്കി ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്. ഇനി ഈ കറി ലേശം ഒഴിച്ച് ഇങ്ങനെ മുളകും കടിച്ചിട്ട് ഇങ്ങനെ ചോറ് തിന്നാണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് പറയേണ്ടി വരില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫോണെടുത്ത് ഇതൊക്കെ നോക്കുമ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ അത് ഈ മല്ലിപ്പൊടി ഇച്ചിരി ഇട്ടിട്ടുള്ളൂ, അത് ഇടേണ്ട ആവശ്യമില്ല. മുളക് മാത്രം മതിയെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.